പുരുഷന്മാരെ എല്ലാം ഫാമിലി പ്രോബ്ലംസ് കൊണ്ട് മെജോറിറ്റി ഫാമിലി പ്രോബ്ലംസ് ആണ്. കല്യാണം കഴിഞ്ഞുള്ള ജീവിതം നിങ്ങൾക്ക് മാത്രമാണ് ദുരിതം എന്നാ പറയുന്നത്. പെൺകുട്ടികൾ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ അടിയാണ് പരദൂഷണമാണെന്നൊരു വിദ്യാധാരണ ഉണ്ട്. കുടുംബശ്രീ പെണ്ണുങ്ങൾ എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്കും കുടുംബശ്രീ ആണുങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പുരുഷന്മാരെ സംബന്ധിച്ച് അവരൊരു ഔട്ടർ ലെയർ പോലെ ഒരു കോട്ടിങ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സൗഹൃദങ്ങൾ എത്രത്തോളം മനോഹരമാണ്, ഞങ്ങളെല്ലാവരും ഇങ്ങനെയാണ്. രഞ്ജിത്തെ, ഈ അയൽക്കൂട്ടം, കുടുംബശ്രീ, ഈ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു ഉന്നമനത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട നമ്മുടെ കേരള സർക്കാർ, ഗവൺമെന്റ് ഓഫ് കേരളയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നാണെങ്കിലും ഇതിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ അധികം കാര്യങ്ങളാണ് ഈ അയൽക്കൂട്ടം, കുടുംബശ്രീ, ഈ കാര്യങ്ങളൊക്കെ. ഈ തൊഴിലുറപ്പാണെങ്കിലും അതും അങ്ങനെ തന്നെ. കൂടുതലായിട്ട് ഈ കുടുംബശ്രീ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും മൈൻഡിലേക്ക് വരുന്നത്? കുടുംബശ്രീ എന്ന് പറയുന്നതിനെ നമ്മൾ ആ ഒരു ഗ്രൂപ്പിനെ പലപ്പോഴും പറയുന്നതിന്റെ അപ്പുറത്തേക്കും പല ചർച്ചകളിലേക്കും നീ ഒരു കുടുംബശ്രീയാണ്, നിങ്ങൾ കുടുംബശ്രീയാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പറയുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബശ്രീ മീറ്റിങ്ങുകൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയാനും അതേപോലെ തന്നെ അവിടെ നല്ല അടിയാണ്, വഴക്കാണ്, ഇതാണ് പ്രധാനമായി നടക്കുന്നത്. എല്ലാം ഫോക്കസ് ചെയ്യുന്നത് പലപ്പോഴും കുടുംബശ്രീ പെണ്ണുങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. ഈ പരദൂഷണം പറച്ചിലാണ്. അതെ, മൊത്തത്തില് ഒരു 10 പെൺകുട്ടികൾ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ അടിയാണ് പരദൂഷണമാണെന്നൊരു മിഥ്യാധാരണ ഉണ്ട്. പെൺകുട്ടികൾ മാത്രമാണ് അങ്ങനെയുള്ളത്. പക്ഷെ കുടുംബശ്രീ ആണുങ്ങൾ ഇല്ലേ? കുടുംബശ്രീ ആണുങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റത്തില്ല. അല്ല, ഇപ്പൊ നമ്മള് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളാണ്. ഒരു കൂട്ടം ആൾക്കാര് അതിനകത്ത് പലപ്പോഴും പറയുന്നതാണ്, നമ്മള് ഒരു 10 പെൺകുട്ടികളാണ് ഒരു സ്ഥലത്ത് താമസിക്കുന്നതെങ്കിൽ അധികം കാലം മുന്നോട്ട് പോകില്ല, 10 ദിവസത്തിനുള്ള അടി ഉണ്ടാക്കി പോകും. പക്ഷെ 10 ആൺകുട്ടികളാണ് എങ്കിൽ നിങ്ങൾ ഭയങ്കര ഷെയറിംഗ് മെന്റാലിറ്റി ആണ്. ഒന്ന് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഒന്ന് ഇങ്ങോട്ട് എടുത്ത് മാറിയാ പ്രശ്നമില്ല, ഒരു ലൈറ്റ് ഒരാൾ ഓഫ് ചെയ്തില്ല പ്രശ്നമില്ല, അല്ലെങ്കിൽ മോട്ടർ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ ആടാ ഞാൻ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു രീതിയാണ്. എന്ന് വെച്ചാൽ ഒന്നും ഒരു പ്രശ്നമില്ല, ഷെയറിംഗ് മെന്റാലിറ്റിയാണ്. ഒരു പാൻസ് മാറിയിട്ടാ പ്രശ്നമില്ല, ഒരു പാൻസ് പറയാണ്ടെടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇതിന്റെ ഒക്കെ ഇടയിൽ നല്ല രീതിയിലുള്ള അടി ഉണ്ടാവുകയും അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ടൊന്ന് പാത്രം കഴുകി വെച്ചില്ലെങ്കിൽ അടി ഉണ്ടാവുന്നൊക്കെ കൂട്ടം എന്ന് പറയുന്നത് സത്യത്തിൽ ബോയ്സ് ഗ്രൂപ്പിന്റെ ഇടയിലും ബോയ്സിന്റെ ഗ്രൂപ്പില് ഇടയിലുണ്ടോ? ഇത് കൂടുതലും ഗേൾസിന്റെ ഈ പറയുന്ന മെജോറിറ്റി ഗേൾസ് എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നിട്ട് പലപ്പോഴും ഒരു ടൈറ്റിൽ ചെയ്യപ്പെടുകയാണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, കുടുംബശ്രീ ആണ് സ്ത്രീകൾ, അല്ലെങ്കിൽ കുടുംബശ്രീ പെണ്ണുങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളൊന്ന് സംസാരിക്കുക, ഒരു കൂട്ടം കയറി ഇരുന്ന് സംസാരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ടോക്ക് ആരെന്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയുന്ന സാധനമാണ് നിങ്ങൾ അവിടെ നിന്ന് ഈ പരദൂഷണമാണ് പറയുന്നത്. കുടുംബശ്രീയുടെ കാര്യം പല സിനിമകളിൽ കാണിച്ചിട്ടില്ലേ? കുടുംബശ്രീ മീറ്റിംഗിന്റെ ഈ ജയ 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 സിനിമയ്ക്കകത്ത് ഉൾപ്പെടെ കാണിക്കുന്നുണ്ടല്ലോ. മെജോറിറ്റി അങ്ങനെ എന്റെ മാത്രം തോന്നലാണ് എന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് മൈൻഡിലൂടെ, അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ മൈൻഡിലും ഇപ്പൊ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു 10 കുടുംബശ്രീയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന്റെ മുന്നേറ്റത്തിന്റെ അപ്പുറത്തേക്കും അവർ ചർച്ച ചെയ്യുന്ന 10 കാര്യങ്ങൾ പുറത്തുള്ള കാര്യങ്ങളായിരിക്കും എന്നുള്ളത്. അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് അത് പലപ്പോഴും സ്ത്രീകൾ മാത്രമല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. കുടുംബശ്രീ മോശമാണ് അങ്ങനൊന്നുമല്ല പറയുന്നത്. പറയുന്ന കാര്യങ്ങളിൽ ടൈറ്റിൽ ചെയ്യപ്പെടുന്നത് പലപ്പോഴും സ്ത്രീകളെയാണ്. സ്ത്രീകൾ മാത്രമാണ് പരദൂഷണം പറയുന്നത്. സ്ത്രീകൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് സ്ത്രീകൾ മാത്രമാണെന്നല്ല, മെജോറിറ്റി അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് വിദ്യാധാരണയൊന്നുമല്ല, അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെ. ബോയ്സിനെ, അതായത് പുരുഷന്മാർക്കിടയിൽ ഇല്ല എന്നല്ല, പുരുഷന്മാരെ സംബന്ധിച്ച് അത് കുറവാണ്. അവർ കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സൗഹൃദത്തിൽ പോയി എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സൗഹൃദം ഉണ്ടെങ്കിൽ കൂടി അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുരുഷന്മാർക്കിടയിൽ ഇല്ലെന്നല്ല, പക്ഷെ അത്രത്തിൽ ഈ മറ്റേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുറവാണ്. എങ്ങനെ അറിയാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുറവാണെന്ന്? കാരണം ആ ഒരു ഗ്രൂപ്പിന്റെ അകത്ത് നമ്മളുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അതേപോലെ ഈ പുരുഷന്മാരെ സംബന്ധിച്ച് അവരൊരു ഔട്ടർ ലെയർ പോലെ ഒരു കോട്ടിങ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സൗഹൃദങ്ങൾ എത്രത്തോളം മനോഹരമാണ്, ഞങ്ങളെല്ലാവരും ഇങ്ങനെയാണ്, നമ്മളൊക്കെ ഇങ്ങനെയാണ്, നമുക്ക് അങ്ങനത്തെ ഈഗോ പ്രോബ്ലംസ് ഇല്ല, നമുക്ക് അല്ല, അത് വെറുതെ ഒരു എന്താ പറയാ, ഒരു ഹൈപ്പ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു സാധനം കൊടുത്തു വെച്ചിരിക്കുകയാണ്. പുരുഷ സൗഹൃദങ്ങളാണ് പലപ്പോഴും ഭയങ്കര നല്ലത്, ഈഗോ ഇല്ല. അത് നിങ്ങൾ സ്ത്രീകൾക്കിടയിൽ സമ്മതിക്കുന്നുണ്ടല്ലോ.
സ്ത്രീകൾക്കിടയിൽ തന്നെ ഈ കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ട്. സ്ത്രീകൾക്കിടയിലോ ഒരു സ്ത്രീ ഒരിക്കലും പറയില്ല ഈ സ്ത്രീകളുടെ ഇടയിലെ സൗഹൃദം എന്ന് പറയുന്നത് അത് ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇമോഷണലി ഭയങ്കര അതെ, വളരെ കണക്റ്റഡ് ആയിരിക്കും. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർ കൂടുതൽ സമയം ഇപ്പോ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പുരുഷന്മാരുടെ ഇടയിലുള്ള ഇമോഷണൽ കാണുമ്പോ ചിലപ്പോ മറ്റ് ഒരു എന്താ ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും വർക്കിനെ പറ്റി സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അത്രയും അടുത്തൊരാളെ കാണുമ്പോൾ നമ്മൾ ഇമോഷണലി ഇല്ല കൂടുതൽ സമയം, കാരണം ഐ ടു ഐ കോണ്ടാക്ട് നമ്മൾ സംസാരിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇതിപ്പോ ഞാനൊരു വിമൺ ആയതുകൊണ്ട് എന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് അത് സംബന്ധിച്ച് പറയുന്നത്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ പെട്ടെന്ന് കാണുകയാണെങ്കിൽ ഞാനൊരു ഡീപ്പ് ലോങ് ആയിട്ട് ഞങ്ങൾ ഐ ടു ഐ കോണ്ടാക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പല സമയത്ത് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ഒരു ഗ്യാപ്പ് വരുമ്പോഴത്തേക്കും പറയും ഇനി എന്തെങ്കിലും ഉണ്ടോ. ആ ഒരു രീതിയിൽ ഒരു സോൾ കണക്ഷൻ ആയിട്ടാണ് പലപ്പോഴും സ്ത്രീ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത്. നല്ല സൗഹൃദങ്ങൾ എന്ന് പറയാം, അതിപ്പോ പുരുഷന്മാരുടെ ഇടയിൽ അങ്ങനെ നല്ല സൗഹൃദങ്ങൾ എന്ന് പറയാം. നമ്മൾ പുരുഷന്മാരുടെ ഇടയിൽ സ്ത്രീകൾ നല്ല സൗഹൃദങ്ങൾ എപ്പോഴും ഈ പറയുന്ന പോലെ ആയിരിക്കും. അത് നല്ല സൗഹൃദങ്ങൾ ഈ സ്ത്രീകൾക്കിടയിൽ മാത്രമല്ലല്ലോ അത് ഉണ്ടാവുന്നത്, പുരുഷന്മാർക്കിടയിൽ ഉണ്ടാവുന്നില്ല. പലപ്പോഴും ഈ ടാഗ് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ പറയപ്പെടുന്നില്ല. നമ്മളെ പലപ്പോഴും എന്ത് പറയപ്പെടുന്നില്ല പുരുഷന്മാർക്കിടയിലുള്ള സൗഹൃദങ്ങളൊക്കെ ഞാൻ സീരിയസ്ലി നല്ല ബോണ്ടുള്ള സൗഹൃദങ്ങൾ. മിക്കവാറുള്ളവർക്ക് അവരുടെ കാര്യങ്ങൾ പോലും നോക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുക, അവര് അതങ്ങനെയാണ്. എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം. അതിപ്പോ നമ്മുടെ ഇടയിലുണ്ടല്ലോ, നിങ്ങളുടെ ഇടയിലും കാണും. നിങ്ങളുടെ സൗഹൃദങ്ങൾ മോശമാണെന്നല്ലേ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞെന്താ ഈ കുടുംബശ്രീ എന്ന് പറഞ്ഞ സാധനം തുടങ്ങിയത്. അല്ല, കുടുംബശ്രീ എന്ന് പറയുന്നത് ഇതാ പറയുന്നത് നല്ല കാര്യം വരുമ്പോ പലപ്പോഴും ഞങ്ങൾക്കിടയിലാണ്, നമുക്കിടയിലാണ് കൂടുതൽ. മോശം കാര്യങ്ങളുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ മോശം വശങ്ങളൊക്കെ ആണെങ്കിൽ മോശം കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ കൂടുതലാണെന്ന് പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും പറയുന്നുണ്ട്. കുടുംബശ്രീ പെണ്ണുങ്ങൾ എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്കും കുടുംബശ്രീ ആണുങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ നോക്കുവാണെങ്കിൽ പുരുഷന്മാരുടെ ഈ പ്രശ്നങ്ങളും പിന്നെ ഈ സീരിയല് പുരുഷന്മാരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സ്ത്രീകൾ കുറവാണ്. പക്ഷെ സ്ത്രീകളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പുരുഷന്മാരാണ്. അത് നിഷേധിക്കാൻ പറ്റും നിങ്ങൾക്ക്. സ്ത്രീകളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പുരുഷന്മാരാണ്. അവരുടെ ഉന്നമനത്തിനും അവർക്ക് ഇക്വാലിറ്റി വേണമെന്നെല്ലാം പറഞ്ഞ് നമ്മൾ പുരുഷന്മാരെ അതേപോലെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ പറയുന്ന പുരുഷന്മാർ അവരുടെ വീടുകളിൽ ആ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് കൊടുക്കുന്നില്ല. ആര് പറഞ്ഞു? ഏറ്റവും കൂടുതൽ നിങ്ങൾ മൂഡ് സ്വിങ്സ് നിങ്ങൾക്ക് മാത്രമുള്ള ഇതൊക്കെ ഇത് പുരുഷന്മാർക്കില്ലെന്നാണ് ഡെയിലി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ഉണ്ടാവുന്ന ഈ അവരതൊക്കെ മാറ്റാൻ വേണ്ടിട്ടാ പല കാര്യങ്ങളും ഇരിക്കുന്നത്. അത് പക്ഷേ ഏത് കാര്യങ്ങൾ ചെയ്യുന്നത് പല കാര്യങ്ങളിലും മൂഡ് സ്വിങ്സ് മാറാൻ വേണ്ടിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകുന്നത്, അവരായിട്ട് സംസാരിക്കുന്നത്, എടുക്കുന്നത്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാണും. ഈ കല്യാണം കഴിഞ്ഞ പുരുഷന്മാർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ സുഹൃത്തുക്കളോട്ടൊന്നും അധികം പുറത്തു പോകാൻ എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിഷേധിക്കാം. സ്ത്രീകളെ സംബന്ധിച്ച് കല്യാണത്തിന് മുൻപും ആഫ്റ്റർ മാരേജ് ആണെങ്കിലും ബിഫോർ മാരേജ് ആണെങ്കിലും പല സ്ത്രീകളും നിങ്ങൾ എന്താണെന്നറിയോ, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യൂ, അത് മാത്രമേ ചർച്ച ചെയ്യപ്പെടൂ. നിങ്ങൾ അത് മാത്രമേ നോക്കൂ. പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന ട്രോമയും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു വിഷയമല്ല. അവർക്ക് എന്തുണ്ടായാലും ഒരു പ്രശ്നമില്ല. ട്രോമകളെ ആരും ഇവിടെ ചെറുതാക്കി കാണുന്നില്ല. കല്യാണം കഴിഞ്ഞുള്ള ജീവിതം നിങ്ങൾക്ക് മാത്രമാണ് ദുരിതം എന്നാ പറയുന്നത്. സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ കല്യാണം കഴിഞ്ഞുള്ള പ്രശ്നങ്ങൾ. പലപ്പോഴും സ്ത്രീ നേരത്തെ പറഞ്ഞോലെ കുടുംബശ്രീയുടെ കാര്യം പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ മെജോറിറ്റി സ്ത്രീകളാണെന്ന് പറയുന്ന പോലെ ഇവിടെയും പുറത്ത് വരുന്നില്ലെന്ന് പറയാം. ഈ മിക്കവാറും സ്ത്രീകളാണെങ്കിൽ ചർച്ച ചെയ്യപ്പെടും, ഇല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സൂയിസൈഡ് ചെയ്യുന്നത് പുരുഷന്മാരെ. ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്. മെജോറിറ്റി ഫാമിലി പ്രോബ്ലംസ് ആണ്. ഫാമിലി പ്രോബ്ലംസ് ഇപ്പൊ വേറെ പുറത്ത് എന്ത് പ്രശ്നം, പ്രൊഫഷണലി പ്രശ്നം ഉണ്ടായിക്കോട്ടെ, എന്ത് പ്രശ്നം ഉണ്ടായാലും ഫാമിലി ലൈഫ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി സന്തോഷമായിരിക്കും. ഈ ഫാമിലി ലൈഫ് ഓക്കെ ആവാൻ വേണ്ടിട്ട് എന്റെ അറിവിൽ ഈക്വലി എഫേർട്ട് വേണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഈക്വലി എഫേർട്ട് വേണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? അപ്പുറത്ത് നിന്നൊരു സ്ത്രീ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് ഒരു പുരുഷൻ ആത്മഹത്യ എന്ന് പറയുന്നത്. സ്ത്രീ സപ്പോർട്ട് ചെയ്യാതെ പുരുഷൻ ആത്മഹത്യ സപ്പോർട്ട് ചെയ്യണ്ട, കൂടെ നിൽക്കാൻ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ വേണമല്ലോ. അതാണല്ലോ പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും അത് വേണമല്ലോ. നമ്മൾ ഇതിന്റെ പേരിലാണോ ചർച്ച തുടങ്ങിയത്? അല്ല, നമ്മള് പറഞ്ഞു തുടങ്ങിയത് തന്നെ ഈ കുടുംബശ്രീ പരദൂഷണം കാര്യങ്ങളല്ലേ. കുടുംബശ്രീ പരദൂഷണം പ്രധാനപ്പെട്ട വിഷയമാണ് സീരിയല്. ഈ സാധനങ്ങൾ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ പുരുഷന്മാർ ഉപയോഗിക്കുന്നുണ്ട്. അതങ്ങനെ ആയോണ്ടാ നിങ്ങൾ പറയുമ്പോഴത്തേക്കും പിന്നെ അങ്ങനെ അല്ലെന്നൊക്കെ പറയുന്നത് എന്തിനാ? സീരിയലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന സ്ത്രീകൾ തന്നെ, പുരുഷന്മാർ കാണാറുണ്ട്. നിങ്ങൾ ഈ മെജോറിറ്റികൾ നമ്മൾ പറയുന്നത്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഒരു ഫ്രണ്ടിന്റെ കാര്യമാണോ പറയുന്നത്?
ഒരു ഫ്രണ്ട് ഒരു ഉണ്ടായിരുന്നു. ഫ്രണ്ട് സീരിയലാണോ? അല്ല, ആ ഫ്രണ്ട് എനിക്ക് എന്താ ഈ ഫ്രണ്ട് വന്നിട്ട് ദിവസം 2-3 എപ്പിസോഡൊക്കെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, എന്റെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൽ, എന്റെ ഗ്രൂപ്പ് ഓഫ് വുമൻസിൽ നമ്മളാരും പറയാത്തൊരു കാര്യമാണല്ലോ ഇവൻ പറയുന്നത്. അതുകൊണ്ട് ഇവരാണ് സീരിയൽ ടീം. പക്ഷെ നമ്മളെ നോക്കിട്ടല്ലോ നമ്മള് മിക്കവാറും ഉള്ള വീടുകളിലും കാര്യങ്ങളിലൊക്കെ അവസ്ഥ നോക്കിയിട്ടല്ലേ പറയുന്നത്. ചില വീടുകളിലൊക്കെ ആ പുരുഷന്മാർ സീരിയൽ കാണാറുണ്ട്, അത് കാണാറില്ലെന്ന് പറയുന്നില്ലല്ലോ. മെജോറിറ്റി കാര്യങ്ങളാണ് നോക്കുന്നത്. സ്ത്രീകളാണ് ഇതൊക്കെ, സ്ത്രീകൾ മാത്രമാണെന്ന് പറയുന്നില്ലല്ലോ. പറയുന്നുണ്ട്, പലപ്പോഴും നമുക്ക് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതൽ സ്ക്രീനിൽ കാണിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സീരിയൽ കാണിക്കുന്ന അമ്മമാര്, മുത്തശ്ശിമാര്, ഇവരൊക്കെ കൂടുതൽ സീരിയൽ അഡിക്റ്റ് ആയിട്ടുള്ളവർ, അങ്ങനെയുള്ളവരാണ്. അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാർ അതങ്ങനെ പറയും, സ്ത്രീകളാണ് സീരിയലാണെന്നുള്ളത്. മനസ്സിലായില്ലേ? എന്തായാലും അതിലെ കുടുംബശ്രീയാണ് നമ്മുടെ പ്രശ്നം, പരദൂഷണം പറിച്ചില്ലേ. മെജോറിറ്റി സ്ത്രീകളാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അല്ല, മെജോറിറ്റി പോട്ടെ, നമ്മൾ ആ ഒരു രീതിയിൽ ഇവരെ മാത്രം ടാഗ് ചെയ്യപ്പെടണ്ട, എല്ലാവരും ഉണ്ട്, ആ ഒരു രീതിയിലേക്ക് പോയാൽ മതി. സ്ത്രീ സൗഹൃദങ്ങളിലും പ്രശ്നമുണ്ട്, പുരുഷ സൗഹൃദങ്ങളിലും പ്രശ്നമുണ്ട്. സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു പ്രശ്നമില്ല, പുരുഷന്മാർക്ക് മാത്രമായിട്ടും ഒരു പ്രശ്നമില്ല. ഓക്കെ, ശരി ശരി.